പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രഡക്ടർ ഇൻറ്റീരിയേഴ്സ്. ഇന്ന് ഞാനുള്ളത് ഫുട്ബോളിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന മലപ്പുറത്ത് തിരൂരാണ്. അനീസാറിൻ്റെ വീട്ടിലാണ്. ഈ വീട്ടിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. പലർക്കും ഉള്ള ഒരു സംശയമാണ്, ഫെറോസിമെൻറ്റ് വെച്ച് നമ്മൾ കിച്ചൻ്റെ കബോർഡുകളുടെ സ്ട്രക്ചർ പണിതതിന് ശേഷം ടാൻഡം ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ, റോളിംഗ് ഷട്ടർ സെറ്റ് ചെയ്യാൻ പറ്റുമോ, GTPT സെറ്റ് ചെയ്യാൻ പറ്റുമോ, കൂടാതെ വയേർഡ് ബാസ്ക്കറ്റുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടാതെ ഈ വീട്ടിൽ നമ്മൾ കിച്ചൻ്റെ കബോർഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഫെറോസിമെൻറ്റ് വെച്ച് ചെയ്തതിന് ശേഷം ഹൈ ഗ്ലോസി അക്രിലിക് പാനൽ വെച്ചാണ് നമ്മൾ ഡോർ ചെയ്തെടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വരുമ്പോഴാകട്ടെ ഫെറോസിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ പണിതതിന് ശേഷം പ്രീലാമിനേറ്റഡ് MDF വെച്ചിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. കൂടാതെ പലർക്കുള്ളൊരു സംശയമാണ്, ഫെറോസിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ പണിതതിന് ശേഷം ബെഡ്റൂം വാർഡ്രോബ്സിൻ്റെ സ്ട്രക്ചർ പണിതതിന് ശേഷം സ്ലൈഡിംഗ് ഡോർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഈ വീട്ടിൽ നമ്മൾ അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ വാഷ് ഏരിയ ഇവയെല്ലാം നമ്മൾ 710 ഗ്രേഡ് പ്ലൈവുഡും മറൈൻ പ്ലൈവുഡും അതിൻ്റെ കൂടെ ലാമിനേറ്റ്സും ഉപയോഗിച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ഐലൻഡ് കിച്ചൺ ക്രമീകരിച്ചിട്ടുണ്ട്. 90 സെൻറ്റിമീറ്റർ ഇലക്ട്രിക് ചിമ്മിനിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനിയുടെ എക്സോസ്റ്റ് കൺസീൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്വയർ പൈപ്പും കൂടാതെ റെസ്റ്റി ഫിനിഷിലുള്ള ഒരു വുഡിൻ്റെ പീസുമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഐലൻഡ് കിച്ചന് നമ്മൾ ഹോബിൻ്റെ നേരെ താഴെയായിട്ട് തന്നെ ടാൻഡം ബോക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഫെറോസിമെൻറ്റിൽ ടാൻഡം ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും പറ്റും. ഇവിടെ നമ്മൾ കട്ട്ലറി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ 2 പ്ലെയിൻ ബാസ്ക്കറ്റ് കൂടി താഴെ ക്രമീകരിച്ചിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലായിട്ട് 2 പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ ഒരു 3 ലെയർ ബോട്ടിൽ പുള്ളൗട്ടാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ റൈറ്റ് സൈഡിൽ ഒരു ഡോർ കൂടി കൊടുത്ത് നമ്മളൊരു സ്റ്റോറേജ് കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ വർക്ക് ഏരിയ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് ഓണർ ആവശ്യപ്പെട്ടത് കിച്ചനകത്ത് മാക്സിമം സ്റ്റോറേജ് കൊണ്ടുവരണം എന്നുള്ളതാണ്. സിങ്കിൻ്റെ നേരെ മുകളിൽ തന്നെ നമ്മളൊരു ഗ്ലാസ് ട്രാക്ക് പ്ലേറ്റ് ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഡിപ്പ് ട്രേ കൂടി കൊടുത്തിരിക്കുന്നു. ഹൈ ഗ്ലോസി അക്രിലിക് ആണ്. വൈറ്റ് ആണ് നമ്മളിവിടെ കളർ ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കാപ്പിച്ചിനോ കൂടി നമ്മൾ ഐലൻഡ് കിച്ചൻ്റെ ഡോറിന് വേണ്ടിയിട്ട് കളറിന് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ കൺസീൽഡ് ആയിട്ട് നമ്മളൊരു ഡിഷ് വാഷ് കൊടുത്തിട്ടുണ്ട്. കൺസീൽഡ് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഫ്രിഡ്ജ് നമ്മൾ 2 കബോർഡിൻ്റെ സെൻട്രലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രോളി യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആക്സറീസ് കൊടുത്തിട്ടില്ല. ഇൻറ്റേർണൽ ഡിവിഷൻസ് എല്ലാം ഫെറോസിമെൻ്റ് ആണ്. ഇതുകൂടാതെ ഒരു ഓവൻ കൺസീൽഡ് ചെയ്തിരിക്കുന്നു. പലരും ചോദിച്ചൊരു കാര്യമാണ്, ഫെറോസിമെൻറ്റിൽ റോൾ ടോപ്പ് ഷട്ടർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പറ്റും. ഇവിടെ നമ്മൾ ഷട്ടർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ ഡിവിഷൻസ് ഗ്ലാസ് ആണ്. കൂടാതെ മിക്സിയും ഇൻഡക്ഷൻ കുക്കറെല്ലാം നമ്മൾ കൺസീൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആവശ്യം കഴിയുമ്പോൾ ഉപയോഗത്തിന് ശേഷം നമുക്ക് അത് കൺസീൽഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്.
ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ്. വലിയൊരു വാർഡ്രോബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 5 ഡോറുണ്ട് ഈ വാർഡ്രോബിന്. ഡോറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീലാമിനേറ്റ് MDF വുഡ് ഫിനിഷാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സൈഡ് പാനലിംഗ് നമ്മൾ ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോർ തുറക്കുമ്പോൾ മനസ്സിലാവും ഫെറോ സിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു. 2 ഹാങ്ങിങ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കൺസീൽഡ് ഡ്രോ കൂടി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഇതൊരു വലിയ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ലൈഡിംഗ് ഡോർ അല്ല, സാധാരണ സിങ്ക് ഡോറാണ് ഈ ബെഡ്റൂമിന് വേണ്ടിയിട്ട് ഡോറിനായി ചൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു 2 ഡോർ വാർഡ്രോബാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെറോ സിമെൻ്റാണ് സ്ട്രക്ചർ. സ്ലൈഡിംഗ് ഡോറാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സൈഡ് നമ്മൾ പാനൽ ചെയ്തിരിക്കുന്നു. ഗ്രേ കളറാണ് പാനലിങ്ങിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. വുഡ് ഫിനിഷാണ് നമ്മൾ ഡോറിന് വേണ്ടി കളർ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഡോർ തുറക്കുമ്പോൾ മനസ്സിലാവും ഇന്റേണൽ ഡിവിഷൻസ് ഫെറോ സിമെൻറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. ഹാങ്ങിങ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഡ്രോ കൂടി നമ്മളിതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, ഫെറോ സിമെൻറ്റ് വെച്ച് നമ്മൾ സ്ലൈഡിംഗ് ഡോർ ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചറിനേക്കായാലും ഔട്ടർ 8 സെൻറ്റിമീറ്റർ തള്ളിയിടണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് സ്ലൈഡിംഗ് ഡോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടാതെ ഒരു മിറർ കൂടി നമ്മളിവിടെ ഇതിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു ബെഡ്റൂം വാർഡ്രോബാണ്. ഇവിടെയും നമ്മൾ ഫെറോ സിമെൻ്റാണ് സ്ട്രക്ചറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്ലൈഡിംഗ് ഡോറാണ് ഈ മുറിയിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. സ്ഥലപരിമിതി കൊണ്ടാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. പാനലിങ്ങിന് വേണ്ടിയിട്ട് വുഡ് ഫിനിഷ് ഉപയോഗിച്ചിരിക്കുന്നു. കൂടാതെ ഡോറിന് വേണ്ടിയിട്ട് കാപ്പിച്ചിനോ എന്ന് പറയുന്ന കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തുറക്കുമ്പോൾ മനസ്സിലാവും ഫെറോ സിമെൻറ്റ് വെച്ചിരിക്കുന്നത് മനസ്സിലാവും. കൂടാതെ ഒരു കൺസീൽഡ് ഡ്രോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻട്രഡക്ടർ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ കേരള നമ്മളിപ്പോൾ സർവീസ് ഉണ്ട്. മലപ്പുറം തിരൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രഡക്ടർ ഇന്റീരിയേഴ്സ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.